യെശയ്യാ 8:1-11 യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലക എടുത്ത് സമാന്യ അക്ഷരത്തിൽ മഹേർ ശലാൽ ഹാഷ് ബസ് എന്ന് എഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും എബ്രാവിൻ മകനായ സക്രയാവിനെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും. ഞാൻ പ്രവാചിയുടെ അടുക്കൽ ചെന്നു, അവർ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട്, അവന് മഹേർ ശലാൽ ഹാഷ് ബസ് എന്ന് പേർ വിളിക്കാം. ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാവും മുമ്പേ ദമശ്കേസിലെ ധനവും ശമരയിലെ കൊള്ളയും അശാ രാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുപോകും എന്നരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തെന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമ്യാലാവിൻ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെയും അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളിലും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറകും ഇമ്മാനുവേലേ, നിന്റെ ദേശത്തെ എന്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പിൻ, തകർന്നു പോകുവിൻ. സകല ദൂരദിക്കുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. കൂടിയാലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിക്കാൻ സാധ്യമുണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചതെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്.